നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കവെയാണ്, അവിടെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കവെയാണ് കൊളംബിയൻ താരമായിട്ടുള്ള ജോൺ ഡ്യൂറനെ അൽ നസർ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സ്വന്തമാക്കുന്നത്. യുവതാരമാണ്, 21 വയസ്സേ ഉള്ളൂ. അന്നേ അദ്ദേഹത്തിൻ്റെ സൗദി അറേബ്യയിലേക്കുള്ള പോക്കിനെ കുറിച്ച് പലരും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രീമിയർ ലീഗിൽ തുടരുന്നതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിന് നല്ലത് എന്നൊക്കെയായിരുന്നു അന്നത്തെ വാദം. എന്നാൽ ജോൺ ഡ്യൂറൻ അതിനെ ന്യായീകരിച്ചത് ലോകത്തെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം എനിക്ക് കളിക്കാനുള്ള അവസരമാണിത്, അതിനായിട്ട് പോകുന്നു എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അൽ നസർ ജോൺ ഡ്യൂറനെ ഒഴിവാക്കിയേക്കും. അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരു യൂറോപ്യൻ ക്ലബ്ബ് രംഗത്തുണ്ട്. ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫെണർബാഷെ ഒഫീഷ്യൽ പ്രപ്പോസൽ അൽ നസറിന് സമർപ്പിച്ചിരിക്കുകയാണ് ജോൺ ഡ്യൂറനെ വിട്ടുകിട്ടാൻ വേണ്ടി. ഫബ്രിസിയോയുടെ റിപ്പോർട്ട്: ഫെണർബാഷെ ഹാവ് സബ്മിറ്റഡ് ആൻ ഒഫീഷ്യൽ പ്രപ്പോസൽ ടു അൽ നസർ ഫോർ ജോൺ ഡ്യൂറൻ. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിനുള്ള നീക്കങ്ങൾ അതിദ്രുതം നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നെഗോസിയേഷൻസ് നടക്കുന്നുണ്ട്. ഫെണർബാഷയുടെ ഡയറക്ടർ ഡെവിൻ ഓസെക്ക് കൊളംബിയയിലെത്തി താരവുമായിട്ട് സംസാരിച്ചു, താരത്തിൻ്റെ ക്യാബുമായിട്ട് സംസാരിച്ചു. ഏതാണ്ട് ഒരു എഗ്രിമെന്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ടർക്കിഷ് ജേർണലിസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ അൽ നസറിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റായിട്ടുള്ള കാൽവെപ്പ് ആയിരുന്നില്ലേ ജനുവരിയിലെ ആ കൊണ്ടുവരൽ എന്ന് വേണം ചിന്തിക്കാൻ. ജോൺ ഡ്യൂറനും തെറ്റുപറ്റിയോ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു സുപ്രധാന തീരുമാനം എടുത്തിടത്ത് എന്ന ചോദ്യവുമുണ്ട്. എന്തായാലും പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന താരം ഇപ്പോൾ അൽ നസർ വിട്ട് ഇനി ടർക്കിഷ് ലീഗിലേക്കാണോ പോകുന്നത് എന്നതാണ് ചോദ്യം. 17 അന്താരാഷ്ട്ര മത്സരങ്ങൾ കൊളംബിയയ്ക്ക് വേണ്ടി കളിച്ച് 3 ഗോളുകൾ നേടിയിട്ടുള്ള കളിക്കാരനാണ് ജോൺ ഡ്യൂറൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.